ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ വീറ്റ് ഇയർ ആണ്, സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പാരലായിട്ട് 2 ലൈൻ വരയ്ക്കുക. ഇതുപോലെ 2 ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. 19ാമത്തെ സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ മീദത്തെ ലൈനിൽ നിന്നും ഇതുപോലെ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് 2ാമത്തെ ലൈനിൽ നിന്നും സെൻറ്ററിലേക്ക് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൈനിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. 3ാമത്തെ ലൈനിൽ നിന്നും 2ാമത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുക. അതുപോലെ ലൂപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. താഴേക്ക് നീഡിൽ ഇറക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതാണ് സിംഗിൾ വീറ്റ് ഇയർ കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. മീദത്തെ ലൈനിൽ കൊടുക്കുക, അതിന് നേരെ തന്നെ വേണം കേട്ടോ 3ാമത്തെ ലൈനിൽ കുത്തുമ്പോൾ. എന്നിട്ട് സെൻറ്ററിലെ ലൈനിൽ നിന്നും ഇതുപോലെ ലൂപ്പ് ഇട്ട് കൊടുക്കുക. ഈ സെൻറ്ററിലെ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. താഴേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം താഴേക്ക് നീഡിൽ ഇറക്കി കൊടുക്കുക. അപ്പോൾ മീദത്തെ ലൈനിലും അതുപോലെ തന്നെ താഴത്തെ 3ാമത്തെ ലൈനിലും നേർക്ക് നേരെ വേണം കേട്ടോ നീഡിൽ കുത്തി കൊടുക്കാനായിട്ട്. ചെരിവുണ്ടാവരുത്. താഴേക്ക് നീഡിൽ ഇറക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ചെയ്ത് കൊടുക്കാം. മീദത്തെ ലൈനിൽ കുത്തിയെടുക്കുക. 3ാമത്തെ ലൈനിൽ ഇതുപോലെ കുത്തി സെൻറ്ററിലെ ലൈനിലേക്ക് എടുക്കുക. ലൂപ്പ് ഇട്ട് കൊടുക്കുക. വീണ്ടും അവിടെ ആ സെൻറ്ററിലെ ലൈനിൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയ്തിട്ടതിന് ശേഷം താഴേക്ക് നീഡിൽ ഇറക്കി കൊടുക്കുക. ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് സിംഗിൾ വീറ്റ് ഇയർ കേട്ടോ. സിംഗിളായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിംഗിൾ വീറ്റ് ഇയർ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കണ്ടിന്യൂസ് വീറ്റ് ഇയർ എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3 ലൈനാണ് ഇവിടെ വരച്ചെടുക്കേണ്ടത്. 3 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി മീദത്തെ ലൈനിൽ കുത്തിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് 2ാമത്തെ ലൈനിൽ ഒന്ന് ഫ്രണ്ടിലേക്കായിട്ട് ഒന്ന് ഇതുപോലെ ചെരിച്ചിട്ട് കേട്ടോ 2ാമത്തെ ലൈനിൽ കുത്തി 3ാമത്തെ ലൈനിലേക്കാണ് കുത്തിയെടുക്കുന്നത്. അപ്പോൾ മീദത്തെ ലൈനിലും 3ാമത്തെ ലൈനിലും കണ്ടോ നേരെ നേരെ വരണം കേട്ടോ. അതുപോലെ നേരെ വരണം കുത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് സെൻറ്ററിൽ 2ാമത്തെ ലൈനിൽ, അതായത് സെൻറ്ററിലെ ലൈനിൽ ഇതുപോലെ സെയിം പോയിന്റിലേക്ക് തന്നെ കുത്തി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് സെൻറ്ററിലെ ലൈനിൽ ഇതുപോലെ കുറച്ച് നീക്കി കുത്തിയതിന് ശേഷം ആ 2 സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ 2 സ്റ്റിച്ചിലൂടെ കോർത്തെടുക്കുക കേട്ടോ. ക്ലോത്തിൽ ടച്ച് ചെയ്യരുത്. ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം കണ്ടോ ഈ പോയിന്റിലേക്ക് തന്നെ കുത്തിയിറക്കി കൊടുക്കുക. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇതാണ് കണ്ടിന്യൂസ് വീറ്റ് ഇയർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. മീദത്തെ ലൈനിൽ എടുക്കുക. കണ്ടോ 2ാമത്തെ ലൈനിൽ ഇതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ കുത്തിയെടുക്കുക. 3ാമത്തെ ലൈനിൽ, അതായത് മീദത്തെ ലൈനിലും 3ാമത്തെ ലൈനിലും സെയിം നേർക്ക് നേരെ വരണം കേട്ടോ. ഇനി നമ്മൾ 2ാമത്തെ ലൈനിലേക്ക് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തിട്ട് കുറച്ച് നീക്കിയിട്ട് നേരെ കുത്തിയെടുക്കുക. കണ്ടോ, നേരെ കുത്തിയെടുത്തതിന് ശേഷം കണ്ടപ്പോൾ 3 സ്റ്റിച്ച് വരും. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ ആ ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഇതുപോലെ കോർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ സെയിം പോയിന്റിലേക്ക് തന്നെ കുത്തിയിറക്കി കൊടുക്കുക. ഇതന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അടുപ്പിച്ച് ചെയ്യുക കേട്ടോ. കണ്ടോ 2ാമത്തെ സ്റ്റിച്ചിൽ നിന്ന് 3ാമത്തെ സ്റ്റിച്ചിലേക്കാണ് കുത്തി കൊടുക്കുന്നത് കേട്ടോ. 3ാമത്തെ സ്റ്റിച്ചിലേക്ക് കുത്തിയെടുത്ത് വീണ്ടും 2ാമത്തെ സെയിം പോയിന്റിലേക്ക് തന്നെയാണ് കുത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ലൈനിൽ നിന്നും നേരെ കുത്തിയെടുക്കുക. കണ്ടോ, ഇതേപോലെ കുത്തിയെടുത്തതിന് ശേഷം 3 സ്റ്റിച്ചിലൂടെ, ഫസ്റ്റ് മാത്രമാണ് നമുക്ക് 2 സ്റ്റിച്ചിലൂടെ കോർത്തെടുത്തത്. നമ്മൾ 3 സ്റ്റിച്ചിലൂടെ, അതായത് നമുക്ക് സെൻറ്ററിൽ ഒരു ചെയിൻ വരുന്നുണ്ടല്ലോ, ആ ഒരു 3 സ്റ്റിച്ചിലൂടെ നമ്മൾ കോർത്തെടുത്ത്
അവിടെ സെയിം പോയിന്റിലേക്ക് കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെയിൻ കിട്ടും കേട്ടോ. ഇത് തന്നെ ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മൾ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മളെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റിലൂടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കുക കേട്ടോ. ഈ ഒരു ലൈൻ ഞാൻ കുറച്ചുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് വീഡിയോ ലെങ്തായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത്. കാരണം സെയിം മെത്തേഡ് തന്നെയാണ്, വേറെ ഒരു ഇതുമില്ല കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഫസ്റ്റ് കാണിച്ച അതേ ലെവൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ സ്റ്റിച്ചും, അതായത് കാണിച്ചു തരുന്ന ഓരോ സ്റ്റിച്ചും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നമുക്കിത് നമ്മൾ തുന്നി ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ നോക്കി പോകരുത്, വീഡിയോ കണ്ടു പോകരുത്, ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. ഇടുന്ന വീഡിയോസൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.